ഇന്നും ആമസോൺ കാടുകൾക്കകത്ത് ജീവിക്കുന്ന തങ്ങളുടെ സ്വന്തം പൂർവികരെ ഭക്ഷിക്കുന്ന ഒരു ഗോത്ര വിഭാഗം എനോമാമി എന്ന ഗോത്ര വിഭാഗത്തിൻ്റെ വിചിത്ര വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. ഇന്നും കാടുകൾക്കകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ കാടുകളിൽ നിന്നും ലഭ്യമാകുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതം ഓരോ ദിവസവും മുന്നോട്ടേക്ക് നീക്കിക്കൊണ്ടുപോകുന്ന മനുഷ്യർ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കെല്ലാവർക്കും അത് വലിയ അത്ഭുതം തന്നെയാണ്. എങ്ങനെയാണ് അവർ ഈ കാടുകൾക്കകത്ത് ജീവിക്കുന്നത്, എന്താണ് അവർ കഴിക്കുന്നത്, എങ്ങനെയാണ് അവരുടെ സംസ്കാരം, അവരുടെ കാര്യങ്ങളൊക്കെ തന്നെയും എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് എന്ന് തുടങ്ങിയിട്ട് ഒരുപാട് തരത്തിലുള്ള ചോദ്യങ്ങൾ അവരുമായി ബന്ധപ്പെട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ടല്ലേ. എന്തൊക്കെ തന്നെയായാലും ഒന്നും രണ്ടും ഒന്നുമല്ല, ഏറെക്കുറെ 32,000-ലധികം ആളുകളുണ്ട് എനോമാമി എന്ന് പറയുന്ന ഈ ഒരു ഗോത്രത്തിൽ. അതും ബ്രസീലിൻ്റെ വടക്ക് ഭാഗത്തായിട്ടും വെനസ്വേലയുടെ തെക്ക് ഭാഗത്തായിട്ടും കാടുകൾക്കകത്താണ് ഇത്രയധികം ആളുകൾ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 21-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നടത്തിയിട്ടുള്ള ചില പഠനങ്ങളിലാണ് ഇവരുടെ എണ്ണം ഏറെക്കുറെ 32,000-ഓളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ നിന്നും കാലം ഒരുപാട് മുന്നോട്ടേക്ക് പോയി തീർച്ചയായിട്ടും ഇപ്പോൾ ഇവരുടെ എണ്ണം പിന്നെയും ഒരുപാടധികം വർദ്ധിച്ചിരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സത്യത്തിൽ ആരാണ് ഈ മനുഷ്യർ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർ ഈ കാടുകൾക്കകത്തേക്ക് എത്തിപ്പെട്ടത്? ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറെക്കുറെ 15,000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഏഷ്യയുടെ ഭാഗങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകളാണ് ആമസോൺ ഫോറസ്റ്റിൻ്റെ ഈ മേഖലകളിലേക്കൊക്കെ എത്തിയിട്ട് ഇവിടെ ജീവിക്കാൻ ആരംഭിച്ചിട്ടുള്ളത് എന്ന് പറയുന്നൊരു കാര്യമാണ്. 1654-ലാണ് ഇത്തരത്തിലൊരു വലിയ വിഭാഗം തന്നെ ആമസോൺ കാടുകൾക്കകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു കാര്യത്തെക്കുറിച്ച് പുറം ലോകത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാടധികം പ്രശ്നങ്ങൾ കൂടെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ 17-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലും ഒക്കെ തന്നെയും ഫ്രഞ്ച് കോളനൈസേഷൻ്റെ ഭാഗമായിട്ട് ഒരുപാടധികം ആളുകൾ ആമസോൺ റെയിൻ ഫോറസ്റ്റുകൾക്കകത്തേക്ക് കയറി വരികയും ഈ എനോമാമി ട്രൈബ് താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തെത്തിയിട്ട് അവരിൽ നിന്ന് ഒരുപാടധികം ആളുകളെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അടിമകളായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഫ്രഞ്ചുകാരായിട്ടുള്ള ആളുകൾ എനോമാമി എന്ന് പറയുന്ന ഈ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് തന്നെയാണ് ആമസോൺ കാടുകളുടെ ഉൾഭാഗത്തേക്ക് അല്ലെങ്കിൽ ഉൾക്കാടുകളിലേക്ക് ഈ ട്രൈബ് പതിയെ നീങ്ങി തുടങ്ങാൻ കാരണമായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ സമയങ്ങളിലൊക്കെ തന്നെയും അവിടുത്തെ പുഴകളോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളിൽ താമസിച്ചിരുന്ന മറ്റു പല വിഭാഗങ്ങളുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള കോളനൈസേഷനും മറ്റുമൊക്കെ കാരണമായിട്ട് അവരൊക്കെ തന്നെയും പൂർണ്ണമായിട്ടും നാമാവശേഷമായി പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഇവരെ പറ്റി നമ്മൾ പരിശോധിക്കുമ്പോൾ ആദ്യമായിട്ട് പുറത്തുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഇവരുമായിട്ടൊരു ഇൻട്രാക്ഷൻസ് നടത്തുന്നത് 1950-കളിലാണ് എന്നൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിൽ തന്നെ കത്തോലിക് മിഷണറീസ് ആണ് ആദ്യമായിട്ട് ഇവരുമായിട്ട് ഇടപഴകാൻ വേണ്ടി ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഹെൽത്ത് കെയറും മെഡിസിൻസൊക്കെ കൃത്യമായ നിലയിൽ തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ക്രിസ്തു മതത്തിലേക്ക് ഈ കാടുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഗോത്ര വിഭാഗത്തെ അവർ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഇൻട്രാക്ഷൻസ് ഒക്കെ നടന്നത് കാരണമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇന്നും കാടുകൾക്കകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഗോത്ര വിഭാഗത്തെ പറ്റിയുള്ള ഒരുപാടധികം സവിശേഷതകൾ അല്ലെങ്കിൽ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാടധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പുറം ലോകത്തിന് കൂടുതൽ അടുത്തറിയാനായിട്ടുള്ളത് അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇവരെ പറ്റി പരിശോധിച്ച് നോക്കുമ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം ഇവരുടെ ഭാഷയുമായി ബന്ധപ്പെട്ടതാണ്. സിരിയാന എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ഭാഷയാണ് ഇവർ സംസാരിക്കാൻ വേണ്ടി, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിലുള്ള ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാടുകൾക്കകത്ത് പല ഭാഗങ്ങളിലായിട്ട് പല ഗ്രാമങ്ങളായിട്ടാണ് ഈ ഗോത്ര വിഭാഗത്തിലുള്ള ആളുകളൊക്കെ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരിൽ ചില വില്ലേജിലുള്ള ആളുകൾക്ക് മറ്റു വില്ലേജിലുള്ള ആളുകൾ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാകില്ല. വ്യത്യസ്ത തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ഇവരുടെ ഭാഷകളിൽ പോലും ഓരോ വില്ലേജിനും അനുസരിച്ച് സംഭവിക്കുന്നുണ്ട്. ഇവർക്ക് പോലും പരസ്പരം അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത നിലയിലൊക്കെ തന്നെയാണ് ഇവരുടെ ഭാഷയുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഒരു സംസ്കാരം, ഇവരുടെ ജോബ് റോൾസ്, അതുപോലെ തന്നെ വിവാഹം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇവരുടെ വീടുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും വളരെയേറെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതിലാദ്യമായിട്ട് ജോബ് റോൾസിൻ്റെ കാര്യം തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് പുരുഷന്മാരൊക്കെ തന്നെയും വേട്ടയ്ക്ക് പോകുന്ന ആളുകളാണ്. പക്ഷേ ഇവരാകെ കൂടെ ഈ വേട്ടയാടി കൊണ്ടുവരുന്നത് ഈ മൊത്തം ട്രൈബ് ഭക്ഷിക്കുന്നതിൻ്റെ ഏറെക്കുറെ 20% മാത്രമേ വരുന്നുള്ളൂ. ഈ പന്നികളെയും അതുപോലെ തന്നെ കുരങ്ങുകളെയും ഒക്കെ തന്നെയാണ് പ്രധാനമായിട്ടും ഇവർ അറ്റാക്ക് ചെയ്തുകൊണ്ട് പിടിച്ചുകൊണ്ട് വരുന്നത്. അതിൽ തന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പുരുഷൻ ഹണ്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ജീവിയെ അയാൾ ഒരിക്കലും ഭക്ഷിക്കില്ല. അത് മറ്റുള്ള ആളുകൾക്കൊക്കെ തന്നെ നൽകുകയാണ് ചെയ്യുക. പകരം മറ്റാരെങ്കിലുമൊക്കെ ഹണ്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ജീവിയെ മാത്രമേ
ഇയാൾ ഭക്ഷിക്കുകയുള്ളൂ. ഇത്തരത്തിൽ വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യം ഹണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തുകാരായിട്ടുള്ള ആളുകൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഹണ്ടിങ് ഒഴിച്ച് ബാക്കിയുള്ള സകലമാന ജോലികളും പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് ജോബുകളൊക്കെ തന്നെയും ഡ്യൂട്ടീസൊക്കെ തന്നെയും നൽകപ്പെട്ടുള്ളത്. അതുപോലെ തന്നെ ഗാർഡനിങ്, വ്യത്യസ്ത തരത്തിലുള്ള കിഴങ്ങുകളും മറ്റുമൊക്കെ തന്നെയും ഇവർ കൃഷി ചെയ്യാറുണ്ട്. അതിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ മധുരക്കിഴങ്ങ്, അതുപോലെ ബനാന, പഴം, അങ്ങനെ തുടങ്ങിയ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഇവരുടെ സ്ത്രീകളാണ് കൃത്യമായ നിലയിൽ തന്നെ കൃഷി ചെയ്യുന്നത്, വിളവെടുപ്പ് നടത്തുന്നതും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ തന്നെ. അതുപോലെ തന്നെ പോയിസൺ ഉപയോഗിച്ചിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള മീൻപിടുത്തമാണ് ഇവർ നടത്തുന്നത്. അത് സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരും ഒരുപോലെ തന്നെ ചെയ്യുന്നൊരു കാര്യമാണ്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിനൊന്ന് വളർത്തി വലുതാക്കി ഏറെക്കുറെ ഒരു 8 വയസ്സ് പ്രായമാകുന്നത് വരെ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ചെയ്തു കൊടുക്കൽ സ്ത്രീയുടെ അമ്മയുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ 8 വയസ്സ് കഴിഞ്ഞാൽ അതൊരു ആൺകുട്ടിയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് ആ കുട്ടിയെ നോക്കേണ്ടതും ആ കുട്ടിയെ പൂർണ്ണമായിട്ടും ട്രെയിൻ ചെയ്തെടുക്കേണ്ടതും ഒക്കെ തന്നെയും അച്ഛൻ്റെ ഉത്തരവാദിത്തമാണ്. ഈ ഒരു രീതിയിലാണ് ഇവരുടെ സിസ്റ്റങ്ങളൊക്കെ തന്നെയും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഇവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ബ്രൈഡ് സർവീസ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. അതായത് ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീയുടെ വീട്ടിലായിരിക്കും താമസിക്കുന്നത്. അതായത് ഒരു മരുമക്കത്തായം സമ്പ്രദായമൊക്കെ പോലെ. എന്നിട്ട് ആ വീട്ടിൽ താമസിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ കുടുംബത്തിൽ നിന്നുകൊണ്ട് ആ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള സേവനങ്ങളൊക്കെ തന്നെയും അയാൾ ചെയ്തു നൽകുന്നതായിരിക്കും. ഈ ഒരു രീതിയാണ് അവർ ഫോളോ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇനി എങ്ങാനും ഒരു സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ ഭർത്താവിൻ്റെ സഹോദരനെ ആയിരിക്കും, അല്ലെങ്കിൽ സഹോദരനെയോ അല്ലെങ്കിൽ അയാളുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന മറ്റേതെങ്കിലും ഒരു പുരുഷനെയോ ആയിരിക്കും പിന്നീട് ഈ സ്ത്രീ വിവാഹം കഴിക്കുന്നത്. നേരെ തിരിച്ചും അതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. ഒരു വ്യക്തിയുടെ ഭാര്യ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ ഭാര്യയുടെ സഹോദരിയെ അയാൾ വിവാഹം കഴിക്കും, അല്ലെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കുന്ന മറ്റാരെങ്കിലും ഒക്കെ തന്നെയും അയാൾ വിവാഹം ചെയ്യുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നില്ലേ? വളരെയധികം വിചിത്രമായിട്ട് തോന്നില്ലേ? ഇനി ഇവരുടെ വീടിൻ്റെ കാര്യം പറയുമ്പോഴും ഇത്തരത്തിലുള്ള വളരെയേറെ വിചിത്രമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവരുടെ വീടുകൾക്ക് യനോസ്, ഷബോനോസ് എന്ന് തുടങ്ങിയിട്ടുള്ള പേരുകളൊക്കെ തന്നെയുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഈ വീടുകളിൽ താമസിക്കുന്ന ആളുകളുടെ എണ്ണമാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ ഇവരുടെ ഒരൊറ്റ വീട്ടിൽ എത്ര ആളുകൾ താമസിക്കും എന്നുള്ളത്? എന്നാൽ നിങ്ങളുടെ ഗസ്സുകൾക്കൊക്കെ അപ്പുറത്തേക്ക് ഇവരുടെ ഓരോ വീടുകളിലും 400-500 ആളുകളായിരിക്കും ഒരുമിച്ച് താമസിക്കുന്നത്. അത് പ്രത്യേക തരത്തിൽ തന്നെ സർക്കുലർ രീതിയിലാണ് ഇവർ ഈ വീടുകളൊക്കെ തന്നെ നിർമ്മിച്ചു വെക്കുന്നത്. അതിനകത്തായിരിക്കും ഈ ഓരോരോ കുടുംബവും അതിലെ ആളുകളും ഒക്കെ തന്നെയും അടങ്ങുന്ന 400-500ഓളം വരുന്ന ആളുകൾ ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു വില്ലേജ് പൂർണ്ണമായിട്ടും ഒരൊറ്റ വീടിനകത്ത് തന്നെ ഉണ്ടാകുമെന്ന് ചുരുക്കം. മാത്രമല്ല ഈ ഒരു വീടിൻ്റെ മധ്യഭാഗത്ത് അല്ലെങ്കിൽ അതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് വെച്ചുകൊണ്ടാണ് ഇവർ വ്യത്യസ്ത തരത്തിലുള്ള റിച്വൽസും ഇവരുടെ വ്യത്യസ്ത തരത്തിലുള്ള പരിപാടികളും മറ്റുമൊക്കെ തന്നെ നടത്തുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കാൻ സാധ്യതയുള്ള വലിയൊരു കാര്യമുണ്ട്. ഈ ആളുകൾക്കൊക്കെ തന്നെയും ആവശ്യമായിട്ടുള്ള ഭക്ഷണവും മറ്റു സാധനങ്ങളും ഒക്കെ തന്നെയും ഈ കാട്ടിനകത്ത് നിന്ന് ലഭിക്കുമോ? അത് കിട്ടാണ്ടായി കഴിഞ്ഞാൽ എന്താണ് ഇവർ ചെയ്യുക? ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തിൽ ഈ വലിയ വീടുകൾ നിർമ്മിച്ച് അതിൻ്റെ ഏറെക്കുറെ 10 കിലോമീറ്റർ ചുറ്റളവിലായിട്ടായിരിക്കും ഇവർ വ്യത്യസ്ത തരത്തിലുള്ള വേട്ടകളും കൃഷികളും ഒക്കെ തന്നെയും ചെയ്യുന്നത്. ഈ കൃഷിയുടെ കാര്യത്തിലൊക്കെ തന്നെയും ഒരു തവണ കൃഷി ചെയ്ത് അതിൽ നിന്ന് മാക്സിമം വിളവെടുപ്പ് നടത്തിയിട്ട് അത് ഉപേക്ഷിക്കുക എന്നുള്ള രീതിയിലാണ് ഇവരുടെ കാര്യങ്ങൾ വരുന്നത്. മാത്രമല്ല ഹണ്ടിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും കൂടുതൽ കാലം ഹണ്ട് ചെയ്തിട്ട് കിട്ടാതെ വരുന്ന ഒരു അവസരമൊക്കെ എത്തുമ്പോഴേക്ക് ഇവർ നേരെ ഇവരുടെ ഈ ഒരു വീടുകളെ മൊത്തത്തിൽ ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും. കാടിൻ്റെ മറ്റേതെങ്കിലും ഒരു ഭാഗത്തേക്ക് പൂർണ്ണമായി ഇവർ വീട് മാറുന്നതായിരിക്കും, മൂവ് ചെയ്യുന്നതായിരിക്കും. പിന്നീട് അങ്ങോട്ടുള്ള ഏറെക്കുറെ 5 വർഷത്തോളം കാലം ആ ഒരു വീടും അതിന് ചുറ്റിപ്പറ്റിയുള്ള ഏറെക്കുറെ 10 കിലോമീറ്റർ വിസ്തൃതിയുള്ള സ്ഥലത്തുമൊക്കെ തന്നെയായിരിക്കും ഇവർ വ്യത്യസ്ത തരത്തിലുള്ള ഇവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ തന്നെയും ചെയ്യുന്നത്. ഇനി ഇവരുടെ വിശ്വാസത്തെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ആത്മാവിന് ഇവരുടെ വിശ്വാസങ്ങളിൽ വലിയ പ്രാധാന്യമുണ്ട് എന്നൊരു കാര്യത്തെക്കുറിച്ച് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാത്തിനും, കല്ലിനും മരത്തിനും മലകൾക്കും എല്ലാം തന്നെ ഒരു ആത്മാവുണ്ട് എന്ന നിലയിലാണ് ഇവർ വിശ്വസിച്ച് വരുന്നത്. മാത്രമല്ല ഒരാൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പിരിച്വലി പ്ലസ് അതുപോലെ തന്നെ ട്രഡീഷണൽ മെഡിസിൻസ് രണ്ടും കൂടെ വെച്ചിട്ടുള്ള നിലയിലായിരിക്കും ഇവർ വ്യത്യസ്ത തരത്തിലുള്ള ചികിത്സകളൊക്കെ തന്നെ നടത്തുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ ചില ഹാലൂസിനോജൻസ് ഒക്കെ തന്നെയും ബ്രീത്ത് ചെയ്തുകൊണ്ട് ഒരു ട്രാൻസ് സ്റ്റേറ്റിലേക്ക് എത്തുകയും പിന്നീട് അവിടെ വ്യത്യസ്ത തരത്തിലുള്ള ആത്മാക്കളൊക്കെ കണ്ട് അവരോട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് അവരുടെ സഹായം ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഈ ട്രഡീഷണൽ മെഡിസിൻ
മെഡിസിൻസ് കൂടെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും വ്യത്യസ്ത തരത്തിലുള്ള ചികിത്സകളൊക്കെ തന്നെയും നടത്തുന്നത്. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ ആശ്ചര്യവും അത്ഭുതവും ഒക്കെ തോന്നുന്നുണ്ടല്ലേ. അതൊക്കെ തന്നെയായാലും ഈ ആത്മാക്കൾ തങ്ങളെ സഹായിക്കുന്നു, ഈ രോഗശമനത്തിന് വേണ്ടി സഹായിക്കുന്നു, തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി അവരാണ് തങ്ങളെ സഹായിക്കുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള വിശ്വാസങ്ങളും ഈ ഒരു ഗോത്ര വിഭാഗത്തിനിടയിലുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് മറ്റുള്ളവരിൽ നിന്നെല്ലാം വളരെയധികം വിചിത്രമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ചില മരണാനന്തര ചടങ്ങുകൾ ഇവർക്കുള്ളത്. ഇവരുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി അസുഖമോ മറ്റൊക്കെ വന്നുകൊണ്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇവരത് നേരെ കൊണ്ടുവന്ന് മറവ് ചെയ്യില്ല, പകരം നേരെ കത്തിക്കുകയോ അതുമില്ല. അതിന് പകരമായിട്ട് അവരുടെ ഈ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെ മാറിയിട്ട് ഈ ഒരു മൃതദേഹത്തെ ഒരു പ്രത്യേക തരത്തിൽ ഇലകളിലൊക്കെ തന്നെയും പൊതിഞ്ഞുകൊണ്ട് കൊണ്ടുചെന്ന് വെക്കുന്നതായിരിക്കും. അതിനുശേഷം ഏറെക്കുറെ 30-45 ദിവസം അതേ ഒരു അവസ്ഥയിൽ തന്നെ അവിടെ വെക്കുന്നതായിരിക്കും. അതോട് കൂടിയിട്ട് ആ ഒരു മൃതദേഹത്തിലുള്ള ഫ്ലഷുകളും മറ്റുമൊക്കെ തന്നെയും സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂസൊക്കെ തന്നെയും പോയിട്ടുണ്ടാകും, പ്രാണികളും മറ്റുമൊക്കെ കഴിച്ചിട്ട് പൂർണ്ണമായിട്ട് നശിച്ചു പോയിട്ടുണ്ടാകും. അതിനുശേഷം അവശേഷിക്കുന്ന എല്ലുകൾ പൂർണ്ണമായിട്ടും ഇവർ കളക്ട് ചെയ്ത് കൊണ്ടുവരികയും അത് കത്തിച്ചുകൊണ്ട് അതിൻ്റെ ചാരം എടുത്തുകൊണ്ട് ബനാനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേക തരത്തിലുള്ള ഒരു സൂപ്പ് ഇവർ ഉണ്ടാക്കിയെടുക്കുകയും അതിലേക്ക് തങ്ങളുടെ മുൻഗാമികളായിട്ടുള്ള ആളുകളുടെ ഈ ഒരു എല്ല് കത്തിച്ച് ചാരം ഇട്ടുകൊണ്ട് ഇവർ സംഘം ചേർന്നിരുന്നുകൊണ്ട് കുടിക്കുന്നതായിരിക്കും. പക്ഷേ അതിൽ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു വ്യക്തി കൊല ചെയ്യപ്പെട്ടുള്ളതാണ്, മറ്റേതെങ്കിലും ഒരു വില്ലേജുമായിട്ട് നടന്നിട്ടുള്ള ഒരു ഫൈറ്റിൽ മരണപ്പെട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും പുരുഷന്മാർ ആ ഒരു വ്യക്തിയുടെ എല്ലുകൾ പൊടിച്ചിട്ടുള്ള ആ ഒരു ഭസ്മം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ചാരം ഭക്ഷിക്കുന്നതായിരിക്കില്ല. പകരം സ്ത്രീകൾ മാത്രമായിരിക്കും ആ ഒരു വ്യക്തിയുടെ ഇത്തരത്തിലുള്ള എല്ലുകളുടെ ചാരം ഭക്ഷിക്കുന്നത്. അതിന് പകരമായിട്ട് ഈ പുരുഷന്മാരൊക്കെ തന്നെയും അയാളുടെ മരണത്തിന് ഉത്തരവാദികൾ ആരാണോ അവരോട് റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നതായിരിക്കും. ഇവരുടെ ഇടയിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നിരന്തരം ഇത്തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള യുദ്ധങ്ങളും ആക്രമണങ്ങളും ഒക്കെ തന്നെയും നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് പലപ്പോഴും മറ്റ് വില്ലേജുകളോടും മറ്റ് ഗോത്രവർഗ്ഗക്കാരോടൊക്കെ തന്നെ നടത്താറുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ ഉള്ളിൽ പോലും വ്യത്യസ്ത തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെയും ശക്തമായ നിലയിലുള്ള യുദ്ധങ്ങൾ അല്ലെങ്കിൽ ആക്രമണങ്ങളൊക്കെ തന്നെയും ഇവർക്കിടയിൽ പലപ്പോഴായിട്ട് നടക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും ഇവരുടെ കൂട്ടത്തിലുള്ള ഒരുപാടധികം ആളുകൾക്ക് മരണവും സംഭവിക്കാറുണ്ട്. മാത്രമല്ല ഇത്തരത്തിലുള്ള റൈഡുകളൊക്കെ തന്നെയും നടക്കുമ്പോൾ മറ്റ് വില്ലേജുകളൊക്കെ ആക്രമിക്കുന്ന അവസരങ്ങളിൽ അവിടെയൊക്കെ തന്നെയും സ്ത്രീകൾ വളരെയധികം മോശമായ നിലയിൽ തന്നെയാണ് അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. സ്ത്രീകളോട് പൊതുവിൽ ഇവർ വളരെ മോശം രീതിയിൽ തന്നെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെ മോശമായിട്ട് ഉപദ്രവിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ആണത്തത്തിൻ്റെ ഭാഗമാണ്, അവരുടെ മേൽ തങ്ങളുടെ ആധിപത്യം സൃഷ്ടിക്കലാണെന്ന് തുടങ്ങിയിട്ടുള്ള ചില ചിന്തകളിലൂടെയൊക്കെ തന്നെയാണ് ഇവിടുത്തുകാരായിട്ടുള്ള അല്ലെങ്കിൽ ആമസോൺ കാടുകൾക്കകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന യനോമാമി എന്ന് പറയുന്ന ട്രൈബിൽ ആളുകൾ ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസിലൂടെ വൈൻഡപ്പ് ചെയ്യാണ്. വളരെയേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇന്നും കാടുകൾക്കകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന യനോമാമി എന്ന് പറയുന്ന ട്രൈബിനെ കുറിച്ച്, ഗോത്ര വിഭാഗത്തെക്കുറിച്ചുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിച്ചത്. മാത്രമല്ല നമ്മളിപ്പോൾ നോക്കുന്ന അവസരത്തിൽ ഇവർക്ക് ചില വെല്ലുവിളികളുണ്ട്. പരിസ്ഥിതിയുടെ ഭാഗത്ത് നിന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് അത് പുറത്തു നിന്നുള്ള മനുഷ്യരുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകളിലേക്ക് പല ഇല്ലീഗൽ മൈനേഴ്സ് കടന്നു വരികയും യനോമാമി ഗോത്ര വിഭാഗത്തിലുള്ള ഒരുപാടധികം ആളുകൾ നിഷ്കരണം സ്വർണം എടുക്കുന്നതിന് വേണ്ടി ഇവർ അവിടുന്ന് ഒഴിപ്പിക്കുന്നതിന് വേണ്ടി കൊന്നു തള്ളുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത കാലങ്ങളിൽ പോലും അത്തരത്തിലുള്ള ചില പ്രവൃത്തികൾ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഗോത്രത്തിൽപ്പെട്ട ചില ആളുകളെ പുറത്ത് നിന്ന് വന്നിട്ടുള്ള ഇല്ലീഗൽ മൈനേഴ്സ് വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ നേരിടുന്ന മറ്റൊരു പ്രധാനമായിട്ടുള്ള വെല്ലുവിളിയായിട്ട് ഇത് മാറുന്നുണ്ട്. ഇന്നും കാടുകൾക്കകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇവരെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇവരുടെ കൂട്ടത്തിൽ ഒരാഴ്ച താമസിക്കാൻ ഒരു അവസരം ലഭിച്ചാൽ നിങ്ങൾ പോവോ? അതിനുശേഷം ആമസോൺ കാടുകൾക്കകത്ത് കയറി ചെന്ന് ഇവരോടൊപ്പം എന്ത് കാര്യമായിരിക്കും നിങ്ങൾ ചെയ്യുക? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമല്ലേ? മറുപടികൾ തീർച്ചയായും പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ മറുപടികൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ ബൈ.